എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. മുറ്റത്താകെ പുല്ല് മുളിച്ച് നാശമായല്ലോ. എഞ്ചിനീയർമാരും ഡോക്ടർമാരും കമ്പാടുണ്ട്. കണ്ടം കൊത്താനാണ് ആളെ കിട്ടാത്തത്. ഏതായാലും വേണ്ടില്ല, ആ രാജനൊന്ന് വിളിച്ചിട്ട് നാളെ തന്നെ വരാൻ പറയാ. ഹലോ രാജ, ഹലോ രാജനല്ലേ? ഇത് ഞമ്മളാണ്, ഗഫൂർക്ക. എന്തേ ഗഫൂർക്ക? മോനെ രാജ, ഞമ്മളെ പറമ്പൊന്ന് കൊത്തി വൃത്തിയാക്കണ്ടേനി. അയ്യോ ഗഫൂർക്ക, ഇന്നും നാളെ ഒന്നും ഒരു ഒഴിവ് പോലും ഇല്ല. ഫുള്ള് ബിസിയാണിന്ന്. പണിത്തിരക്കാ. അടുത്ത ആഴ്ചയോ? അയ്യോ, അടുത്ത ആഴ്ച തീരെ പറ്റൂല. ഞാനും കമ്പനിക്കാരും കൂടെ ഒരു ടൂറ് പോവാണ്. ടൂറോ? എവിടേക്കാ? എപ്പ തിരിച്ചെത്തും? അത് പിന്നെ മലേഷ്യയിലേക്കാ. ഒരാഴ്ച കഴിയും. അപ്പൊ പിന്നെ മാസം നടക്കൂലെന്ന് ചുരുക്കം അല്ലേ? അത് തന്നെ. അടുത്ത മാസം ആദ്യം നിങ്ങളൊന്ന് വിളിക്ക്. അന്നേരത്തെ പരിപാടി എന്താന്ന് അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, എന്നാ ശരി. കള്ള വടുക്കൂച്ചു പണിക്ക് വിളിച്ച ഒരുത്തനും വരാൻ സൗകര്യല്ല. എല്ലാ സൈത്താമാരെ കയ്യിലും പൈസ ഉണ്ടെന്നാനും ആരെയും കാത്തുന്നിട്ട് കാര്യല്ല. ഞമ്മളെല്ലാം അങ്ങോട്ട് തുടങ്ങാം. ബാപ്പ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞമ്മക്ക് കാണാൻ പറ്റുന്നില്ല ബാപ്പ. എന്ത് ചെയ്യാനാ മോനെ, പണിക്ക് ആളെ കിട്ടണ്ടേ? എന്നാലും ബാപ്പ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. നമ്മളിപ്പോ വരാ. അൽഹംദുലില്ലാ, എന്ത് സ്നേഹമുള്ള മോനാണ്. മോൻ കുപ്പായം മാറ്റാൻ പോയേക്കും. ഇതെന്തിനാണ്ട കറുത്ത കണ്ണട? ഈ പറമ്പ് കൊത്തുന്നതിന് എന്തിനാണ്ട കറുത്ത കണ്ണട വെച്ച്? പറമ്പ് കൊത്താനാ? ഞാനാ? ബാപ്പ കഷ്ടപ്പെടുന്നത് ഞമ്മക്ക് കാണാണ്ടിരിക്കാനാ ഈ കറുത്ത കണ്ണട വെച്ച്. ഇനി ബാപ്പ പറമ്പ് കൊത്തിക്കോ, നമ്മളിവിടെ ഇരുന്നാളാ.